എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഉബണ്ടുവിൻ്റെ തന്നെ 21.04 ഹെയർസൂട്ട് ഹിപ്പോ വെർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തില്ല. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു ബീറ്റ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പിക്ചർ ക്ലാരിറ്റിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ആദ്യം തന്നെ ക്ഷമ പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ മാത്രമാണ് ഒന്ന് പറഞ്ഞു പോകുന്നത്. പുതുതായിട്ട് ഇതിലൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു LTS വേർഷൻ അല്ല. LTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സപ്പോർട്ട് എന്ന് പറയും. അതായത് LTS വേർഷൻ എപ്പോഴും നമുക്ക് പ്രീവിയസ് ഇയറേ കിട്ടത്തുള്ളൂ. അതായത് ഇപ്പം 20.04 LTS ആണ്. അതുപോലെ ഇനിയിപ്പം അടുത്ത വർഷമേ നമുക്ക് 21.04 LTS ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്താലും ഇതിനൊരു 6 മാസം അല്ലെങ്കിൽ 9 മാസത്തെ ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് സെറ്റിങ്സിൽ നോക്കാം. സെറ്റിങ്സിൽ വരുമ്പോഴത്തേക്കിനും നെറ്റ്വർക്ക്സിൻ്റെ സെറ്റിങ്സ്, കേബിളാണ്. പിന്നെ നമ്മൾ USB ഈതർനെറ്റ്, അതായത് USB ടെതറാണ് ഇതിൽ നെറ്റ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ VPN നമ്മൾ പാക്കേജ് കോൺഫിഗർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഡെസ്ക്ടോപ്പാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകൾ നമുക്ക് കൊടുക്കുന്നതിൻ്റേതൊക്കെയാണ്. ഇതൊരു ഹിപ്പോ വെർഷൻ ആയത് കാരണം ഹിപ്പോയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് അപ്പിയറൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ തന്നെ നോക്കി പോയതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ഈ ഒരു ടാബിൽ കൂടിയാണ് നോക്കുന്നത്. പിന്നെ സെർച്ച്, പിന്നുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ പ്രൈവസി സെറ്റിങ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റേത്, ലൊക്കേഷൻ സർവീസ്, തണ്ടർബോൾട്ട് സർവീസ്, പിന്നെ ഫയൽ ഹിസ്റ്ററി ആൻഡ് ട്രാഷ്, സ്ക്രീൻ ലോക്ക്, ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ ഓൺലൈൻ അക്കൗണ്ട്സ്, അതായത് നമ്മുടെ ക്ലൗഡ് ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉബണ്ടുവിൻ്റെ ക്ലൗഡ് സർവീസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളാണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ക്ലൗഡ് സർവീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 18.04.01 ഞാൻ ഉബണ്ടുവിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ബാക്കപ്പ് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ ഹാർഡ് ഡിസ്ക് വളരെ ചെറുതാണ്. പിന്നെ ഷെയറിങ് ഓപ്ഷനാണ്, സ്ക്രീൻ ഷെയറിങ് ഒക്കെ. പിന്നെ സൗണ്ട് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും വോളിയം ബാർ, അതുപോലെ തന്നെ വോളിയം ലേബല്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അത് ഹെഡ്ഫോൺ ആണോ ഏതാണ് നമ്മുടെ ഡിവൈസ് എന്നുള്ളതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈസ് കണക്ട് ചെയ്തെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പവർ സെറ്റിങ്സ് ആണ്. പവർ സെറ്റിങ്സ് ബാലൻസ്ഡ് പവർ, പിന്നെ പവർ സേവർ മോഡുണ്ട്, ബ്ലാങ്ക് സ്ക്രീൻ, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ ടൈം ഔട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ സെറ്റിംഗ് ആണ് വരുന്നത്. ഡിസ്പ്ലേ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പാണ്, അതായത് ഇങ്ങനെ വൈഡായിട്ട് കാണുന്നത്. പിന്നെ ഫുൾ HD അല്ല, അൾട്രാ HD അല്ല, കാരണം നമ്മുടേത് VGA ആണ്. VGA കേബിൾ വഴിയാണ്, HD കേബിൾ കൊടുത്തിട്ടില്ല. HD കേബിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓൺ ബോർഡ് HD പോർട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മൗസ് ടച്ച് പാഡ് സെറ്റിങ്സ്, അത് മൗസിൻ്റെ സ്പീഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ കീബോർഡ് ഷോർട്ട് കട്ട് കീസ്, അതായത് നമ്മൾക്ക് ഒരു ഷോർട്ട് കട്ട് ഓരോന്നിനും നമുക്ക് സെറ്റ് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീസ് എന്ന്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ടെർമിനൽ ഓപ്പൺ ആക്കണമെങ്കിൽ Ctrl+Alt+T അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കീബോർഡിൽ ഷോർട്ട് കീസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണോ പ്രോഗ്രാം അതിൻ്റെ കമാൻഡും ഷോർട്ട് കീയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ട് കീ കൊടുക്കാനായിരിക്കും. പിന്നെ പ്രിൻ്റർ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, റിമൂവബിൾ മീഡിയ, പിന്നെ കളേഴ്സ്, അത് VGA പോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകത്തില്ല. പിന്നെ ഉള്ളത് റീജിയൻ ആൻഡ് ലാംഗ്വേജ്.
ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് US ഇംഗ്ലീഷാണ്. നമുക്ക് വേണേൽ അഡീഷണൽ ഒരു ലാംഗ്വേജ് കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമുക്കവിടെ നമ്മുടെ എന്താ പറയുക, മലയാളം ഒന്ന് നോക്കാം. മലയാളം 3 ഫോണ്ടിലാണ് വരുന്നത്. നമുക്ക് മലയാളം ലളിത ഫോണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് മാറ്റാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു ലാംഗ്വേജ് ആഡ് ചെയ്തപ്പം ഇവിടെ ഒരു ഓപ്ഷൻ വന്നു മേളിൽ. ഇത് ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റി നമുക്ക് മലയാളമാക്കാനും സാധിക്കും. പിന്നെ ആക്സസിബിലിറ്റീസ് ആണ്, അത് ഹൈ കോൺട്രാസ്റ്റ്, അതിപ്പം നമുക്ക് എന്നാ അറിയാം, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ യൂസർ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻസ്, ഓരോ കാര്യത്തിൽ ഇപ്പോൾ വെബ് ബ്രൗസിങ്ങിന് ഏതാണോ, മെയിൽ സർവീസിന് ഏതാണ്, അങ്ങനെയുള്ള ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടൈം ഞാനിവിടെ AMPM ആണ് സെറ്റ് ചെയ്തേക്കുന്നത്, വേണം നമുക്കത് 24 hours വരുന്നത്. പിന്നെ അബൌട്ട്, അപ്പം എബൌട്ടിൽ നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ OSൻ്റെ ടൈപ്പ്, OS വെർഷന്, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം Ubuntu 21.04 64 ബിറ്റ് ആണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്ഡേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ധാരാളം അപ്ഡേറ്റ്സ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റാളേഷന് ശേഷം. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിൽ ഒരു സ്ക്രീൻ റെക്കോർഡർ ആഡ് ചെയ്ത് നോക്കി, പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലാങ്കാണ് വരുന്നത്, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പം നമ്മുടെ പഴയ പോലെ തന്നെ ഫയലിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഒന്നും വരുന്നില്ല. കണ്ടില്ല, വീഡിയോ മാറുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും ക്യാമറ ഉപയോഗിക്കേണ്ടി വന്നു. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൈ ഷേക്ക് ആകുന്നതനുസരിച്ച് വീഡിയോയ്ക്ക് ചെറിയൊരു ഷേക്ക് വരുന്നുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറയാൻ, ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾഡ് ചെയ്ത് വരുന്ന, ഇതിലല്ലാത്തതെന്ന് പറയാനായിട്ട് ഈ സിമ്പിൾ സ്ക്രീൻ റെക്കോർഡറാണ്, അത് ഞാനിപ്പോൾ ഇട്ടതാണ്. പിന്നെ VLC മീഡിയ പ്ലെയർ, ബാക്കിയെല്ലാം ഉള്ളതിൽ പോലെ തന്നെ. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബ്ര ഓഫീസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ലിബ്ര ഓഫീസ് എന്നുള്ള ഈ ഒരു ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ടിയത്, ഇപ്പം റൈറ്റർ ആണെങ്കിൽ വേണ്ടിയതെങ്കിൽ നമുക്കിവിടെ എടുക്കാം. ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റാനായിട്ട് ഇപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ മലയാളം സിസ്റ്റം ലാംഗ്വേജ് മാറ്റുന്ന പോലെ മേളിൽ മലയാളം ആക്കുക. അതിനുശേഷം ഇവിടെ ഇതാണ് തോന്നുന്നു ലാംഗ്വേജ്, ഓക്കെ. ഇതിലും നമ്മൾ മലയാളമാക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ എന്താ പറയുക, ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ ഇത് ഈ 2 ക്ലോസ് ബട്ടണാണ് വരുന്നത്, കണ്ടില്ലേ, ഒന്ന് ഓറഞ്ചിലും ഉള്ളത്. ഓറഞ്ചിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലോസ് ആകും. ഈ ചെറിയത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫീസ് മാത്രം ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താ പറയുക, സ്പ്രെഡ്ഷീറ്റോ അല്ലെങ്കിൽ തന്നെ പവർ പോയിൻറ്റിന് പകരമായിട്ടുള്ള ഇംപ്രസ് പ്രസൻറ്റേഷൻസോ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിതിനകത്ത് കിട്ടുന്ന ലിബ്ര ഓഫീസിൽ ഒരു പുതുമയായിട്ട് പറയാനായിട്ടുള്ള. ഇതിപ്പോൾ മറ്റുള്ള വെർഷൻ ഉപയോഗിക്കുന്നവർക്കും ഇത് കിട്ടും, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്ടിലിറ്റീസിനകത്ത് സ്ക്രീൻഷോട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഡോക്യുമെൻറ്റ് വ്യൂവർ, ഇതാണ് ഇതിനകത്ത്. പിന്നെ പാസ്വേഡ് ആൻഡ് കീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്, നമ്മുടെ പേഴ്സണലൈസ്ഡ് സെറ്റിങ്സുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പുതുമയായിട്ട് തോന്നുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്താ പറയുക, 21.04 എന്ന വെർഷൻ്റെ പുതുമയായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പം അടുത്ത ദിവസം ഞാൻ 20.04 ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതായിരിക്കും. അത് LTS വേർഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക്
എന്താ പറയുക അഡീഷണലായിട്ട്, അതായത് വൈനോ EXE സോഫ്റ്റ്വെയറുകളോ EXE എക്സ്റ്റൻഷനുള്ള സോഫ്റ്റ്വെയറുകളോ ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് സോഫ്റ്റ്വെയറുകൾ ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.